വൈറ്റ് ടൂണ ഫിഷ് കൊണ്ടൊരു മീൻകറിയാണ് ഉണ്ടാക്കുന്നത്. ഇത് വലിയൊരു ടൂണ ഫിഷാണ്. അതായത് നമ്മുടെ നാട്ടിലെ ചൂരമീൻ. അത് കട്ട് ചെയ്തെടുത്ത് 1 കിലോ വാങ്ങി കട്ട് ചെയ്ത് പീസാക്കി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. 5-6 വെള്ളത്തിലൊക്കെ കഴുകി അതിൻ്റെ ബ്ലഡെല്ലാം പോയി നല്ലതായി കഴുകി വൃത്തിയാക്കി വെള്ളമെല്ലാം കളഞ്ഞ് വെച്ചിരിക്കുന്നു. 1 കിലോ. പിന്നെ അത് കറി ഉണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ: ഒരു 10-20 ചെറുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്, 2 വലിയ കുടം വെളുത്തുള്ളി ചതച്ചത്, ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചത്, 4 പച്ചമുളക്, 5 കുടംപുളി ഞാൻ ചെറിയ പീസാക്കി വെച്ചിരിക്കും, കഴുകി വൃത്തിയാക്കി പീസാക്കിയത്, 2 തണ്ട് കറിവേപ്പില. പിന്നെ മസാലപ്പൊടികൾ: എരിവെള്ള മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവ, ഓയിൽ, ഉപ്പ്. പിന്നെ കുരുമുളക് പൊടി ലേശം ഒരു 1/4 ടീസ്പൂൺ ചേർക്കണം. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യമായി ഒരു പാത്രം അടുപ്പിൽ വെച്ച് സ്റ്റൗ കത്തിക്കുക. പാത്രം ചൂടാകട്ടെ. ഞാൻ ചട്ടിയിൽ ഉണ്ടാക്കുന്നില്ല, ഇങ്ങനെയുള്ള പാത്രത്തിലാണ് ഉണ്ടാക്കുന്നത്. പാത്രം ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ ചേർക്കാം. ഉലുവ ഒന്ന് മൂക്കട്ടെ. ഉലുവ ഒന്ന് ചൂടാകുമ്പോൾ അതിലേക്ക് നമുക്ക് ചാച്ചി വച്ചിരിക്കുന്ന ഇഞ്ചി ചേർക്കാം. അതിൻ്റെ കൂടെ തന്നെ വെളുത്തുള്ളിയും ചേർക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. ഈ സമയം ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആ ഓയിലിലോട്ട് ചേർക്കാം. ആ എണ്ണയിൽ കിടന്നൊന്ന് അത് ഒന്ന് മൂക്കണം. നല്ല മണമാണ്. മൂത്ത ശേഷം എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഈ സമയം നമുക്ക് 2 തണ്ടിൽ 1 തണ്ട് കറിവേപ്പില ചേർക്കാം. എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്യാം. ഈ സമയം നമുക്ക് 4 പച്ചമുളക് ചേർക്കാം. ഇത് 1 കിലോ വെള്ള ചൂരയാണ്, അതുകൊണ്ടാണ് എല്ലാം കൂടുതൽ എടുത്തിരിക്കുന്നത്. ഈ സമയം നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ചേർക്കാം. എല്ലാം കൂടെ ഒന്ന് മൂക്കട്ടെ. പെട്ടെന്ന് മൂക്കാനായി നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്യാം. ഈ സമയം ഫ്ലെയിം നമുക്ക് ചെറിയ സിമ്മിൽ വയ്ക്കാം. എല്ലാം ഒന്ന് വഴലട്ടെ. പാത്രം തുറന്ന് നോക്കാം. എല്ലാം ഒരു വിധം വാടിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് കുടംപുളി ചേർക്കാം. അതും കൂടി ഇതിൻ്റെ കൂടെ കിടന്നൊന്ന് വഴലട്ടെ. 5 ചെറിയ കഷ്ണമാക്കിയ കുടംപുളി അതും കൂടെ ഈ ഓയിലിൽ കിടന്നൊന്ന് മൊരിയട്ടെ. ഫ്ലെയിം കുറച്ച് കൂട്ടിയിടാം.
ഉള്ളിയെല്ലാം വഴണ്ട് എണ്ണ തെളിയുന്നുണ്ട്. ഈ സമയം ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം. എല്ലാം ഒരുവിധം വഴണ്ടിട്ടുണ്ട്. ഈ സമയം നമുക്ക് കുറച്ച് ആ വെള്ളത്തിലെല്ലാം കൂടെ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് മസാല എല്ലാം നല്ലതുപോലെ പച്ചമണമൊക്കെ മാറി എണ്ണയൊക്കെ തെളിയാൻ തുടങ്ങി. ഈ സമയം നമുക്കിതിലൊക്കെ കുറച്ച് ചൂടുവെള്ളം ചേർക്കാം. ചൂടുവെള്ളമേ മീൻ കറിക്ക് ഉപയോഗിക്കാവൂ. നല്ല ചൂടുവെള്ളമാണ്. എല്ലാം കൂടെ മിക്സ് ചെയ്യും. ഈ സമയം നമുക്ക് ഉപ്പ് നോക്കാം. 3/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം. എല്ലാം കൂടെ മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് നല്ലതുപോലെ തിളവരട്ടെ. കറിയൊക്കെ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് വെള്ളച്ചൂര കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെള്ളച്ചൂര ഓരോന്നായിട്ട് ചേർക്കാം. ഈ ചൂരമീനിൽ നിന്നും തന്നെ വെള്ളം ഇറങ്ങും. അതുകൊണ്ട് ഇത്രയും വെള്ളം മതി. വെള്ളച്ചൂര മാർക്കറ്റിലൊക്കെ വല്ലപ്പോഴും ഒക്കെ കിട്ടത്തുള്ളൂ. ഈ സമയം ഇളക്കിയാൽ കുഴപ്പമില്ല, പൊടിയത്തില്ല മീൻ. കുറച്ചുകൂടെ കഴിഞ്ഞ് നമ്മൾ ഇളക്കി കഴിഞ്ഞാൽ പൊടിഞ്ഞു പോകും. ചെയ്ത് അടച്ചു വെച്ച് ഒരു 7 തൊട്ട് 10 മിനിറ്റ് വരെ വേവിക്കാം. നല്ലതുപോലെ തിള വരുമ്പോൾ നമുക്ക് ചെറിയ സിമ്മിലിട്ട് വേവിക്കാം. ഞാൻ ഇതൊന്ന് ചുറ്റിച്ചായിരുന്നു, അത് വീഡിയോയിൽ വന്നില്ല. അടച്ചു വെച്ച് വീണ്ടും വേവിക്കും. പാത്രത്തിൻ്റെ അടപ്പ് തുറന്ന് നോക്കാം. 10 മിനിറ്റൊക്കെ കഴിഞ്ഞു. കറിയെല്ലാം നല്ലതുപോലെ വെന്തിട്ടുണ്ടെന്ന് തോന്നുന്നു. നോക്കാം. ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഉപ്പൊക്കെ കറക്റ്റാണ്, ഉപ്പും പുളിയുമല്ല. ഈ സമയം നമുക്ക് ആ ബാക്കിയുള്ള കറിവേപ്പിലയും കൂടെ ചേർക്കാം. ഉപ്പും പുളിയെല്ലാം കറക്റ്റാണ്. നമുക്ക് ആ കറിവേപ്പില കുറച്ച് ചേർക്കാം. ഈ സ്പൂണിന് 3/4 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർക്കാം. എന്നിട്ട് അടച്ച് വെച്ച് ചെറിയ സിമ്മിൽ ഒരു 2 മിനിറ്റ് കൂടെ വേവിക്കാം. തുറന്ന് നോക്കാം. വൈറ്റ് ടൂണ ഫിഷ് റെഡി. ഇത് ഇടുന്ന ശേഷം കുറച്ചുകൂടെ വറ്റും. കറിയെല്ലാം റെഡി ആയിട്ടുണ്ട്. അടപ്പ് തുറന്ന് നോക്കാം. കറിയെല്ലാം വെന്ത് നല്ലതുപോലെ റെഡി ആയിട്ടുണ്ട്. ഇനി തണുത്ത ശേഷം നമുക്കൊരു പാത്രത്തിലോട്ട് സെർവ് ചെയ്യാം.
തണുക്കാനായി നമുക്ക് അടച്ചു വയ്ക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത് കുടംപുളി ഇട്ട വെള്ളച്ചൂര മീൻകറി റെഡി. പിന്നെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. പാത്രം തുറന്ന് നോക്കാം. കറിയെല്ലാം നല്ലതുപോലെ വറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് സെർവ് ചെയ്യാം. വെള്ളച്ചൂര മീൻകറി റെഡി.